ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. ഇന്ന് വാഴയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. നല്ല നാടൻ വാഴയ്ക്ക മെഴുക്ക് പുരട്ടി. അപ്പം ഇതുപോലെ മെഴുക്ക് പുരട്ടി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ കുറച്ച് മോരും ചോറും ഈ വാഴയ്ക്ക മെഴുക്ക് പുരട്ടിയും മതി. അത്ര നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ സാധാരണ കളയുന്ന പോലെ തൊലിയൊക്കെ കളയുക. ഇനി ഞാൻ തൊലി കളഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ ഇതാ തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. കായ്ക്കൊരു കറയൊക്കെ ഉണ്ട്, ചിലപ്പോൾ അതൊരു കയ്പ്പരസമൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക അതിൽ. എന്നിട്ട് ഈ കായ നുറുക്കിയിട്ട് ഇതിലേക്ക് ഇടുക. നാലായിട്ട് കീറിയിട്ട് ഇത് നിങ്ങൾക്ക് നേന്ത്രക്കായ വെച്ചിട്ടും സാധാരണ കായ വെച്ചിട്ടും ഏത് കായ വെച്ചിട്ടും പച്ചക്കായ വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം കേട്ടോ. ഇതിങ്ങനെ നീളത്തിലോ അല്ലെങ്കിൽ ചതുരത്തിലോ ഏത് ഇതിലാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ ആ ഒരു രീതിയിൽ. ഞാൻ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ചേർത്തു. എന്നിട്ട് ഇതിങ്ങനെ കഴുകിയെടുക്കുക നന്നായിട്ട്. അതിൻ്റെ കറിയും ആ പൊടിയും കൂടി ചേരുമ്പോൾ, ആ മഞ്ഞൾപ്പൊടി ചേരുമ്പോൾ ഇതിങ്ങനെ ഒരു പിരിഞ്ഞ പോലെ ഇങ്ങനെ തോന്നും. ഇതുപോലെ ഇങ്ങനെ കഴുകിയെടുക്കുക. എന്നിട്ട് ഈ വെള്ളം കളയുക. ഈ വെള്ളം കളയാം. സാധാരണ നമ്മൾ വെജിറ്റബിൾസ് അരിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകാൻ പാടില്ല. അതിൻ്റെ ന്യൂട്രിയൻസും വൈറ്റമിൻസൊക്കെ നഷ്ടപ്പെടും. പക്ഷേ ഇതുപോലത്തെ കായ അല്ലെങ്കിൽ വഴുതനങ്ങയൊക്കെ നമ്മൾ എപ്പോഴും നുറുക്കിയതിൻ്റെ ശേഷം ഒന്ന് കഴുകണം. അതിൻ്റെ ആ കറയൊന്ന് കളയണം. അല്ലെങ്കിൽ അത് ശരിയാവില്ല, ഉണ്ടാക്കി അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റും കിട്ടില്ല. പിന്നെ കായ്ക്കൊക്കെ ഒരു ചെറിയൊരു കയ്പ്പരസമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ചില കായ്ക്കൊക്കെ. ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൊണ്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഈ കായ ഒരു കടായിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കായ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. ഇനി ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇത്ര വേണ്ടു. ഇനി അടച്ചിട്ട് ഞാൻ ഇത് അടുപ്പത്തേക്ക് വെക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി, അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി. കുരുമുളക് നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇതിലേക്ക് ഒരു 8-10 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക. ഇതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി ചേർക്കുക. എത്ര കൂടുതൽ ചേർക്കണോ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് ചേർക്കുക ചെറിയ ഉള്ളി. അപ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും ഇതും കൂടിയിട്ട് ഒന്ന് ചതച്ച് വയ്ക്കുക. ഇത് ചതച്ച് വെച്ചിട്ടുണ്ട്. കായ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ബാക്കിയുള്ള വെള്ളം കളയൊന്നും വേണ്ട. നമ്മൾ ആ വറവിലേക്ക് ഇടുമ്പോൾ വെള്ളത്തോടങ്ങനെ ഇട്ടാൽ മതി, വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ഇപ്പം നിങ്ങൾ ഇതേപോലെ കടായിൽ തന്നെ കായ വേവിക്കണം എന്നില്ല കേട്ടോ. വേറെ ഏതെങ്കിലും ചെരുവത്തിലോ ഏതെങ്കിലും പാത്രത്തിലോ കായ വേവിച്ചെടുത്താൽ മതി. ഇനി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പം അതിന് ഏറ്റവും ടേസ്റ്റ് വെളിച്ചെണ്ണ തന്നെയായിരിക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1 സ്പൂൺ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇടുക. ചതച്ച് വെച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കുക. ഇതൊന്ന് നിറം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഇത് കളറൊക്കെ മാറിയിട്ടുണ്ട്, നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ ആ കുരുമുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഞാൻ ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കുരുമുളക് പൊടി ആയാലും മതി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ചേർക്കാം. എത്ര നമുക്ക് വേണ്ട വെച്ചാൽ ചില്ലി ഫ്ലേക്സ് ചേർക്കുക. ചില്ലി ഫ്ലേക്സിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഉണക്കമുളക് ഒന്ന് ചതച്ചാൽ മതി.
അപ്പോൾ ചില്ലി ഫ്ലേക്സ് ആയി. ഇനി അല്ല വെച്ചാൽ മുളക് പൊടി ആവശ്യത്തിന് ചേർത്താലും മതി. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക. മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കായം ചേർക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. നേന്ത്രക്കായ കൊണ്ടാണ് ഉണ്ടാക്കണ വെച്ചാൽ വളരെ ചെറുതായിട്ട് അരിയണം, നല്ലോണം മസാല പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ ഏത് കായാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് അരിയുക. ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉണ്ടാക്കാം. ഇതാകുമ്പോൾ അധികം വേവൊന്നുമില്ല. ഒരു 3-4 മിനിറ്റ് വെക്കുമ്പോഴേക്കും ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. നേന്ത്രക്കായ കുറച്ചും കൂടി ടൈം എടുക്കും. പിന്നെ നമ്മുടെ നാടൻ കായ ആകുമ്പോഴും കുറച്ചും കൂടി ടൈം എടുക്കും. ഇതൊക്കെ ഇവിടെ കിട്ടുന്ന സാധാരണ ഒരു പൊന്തൻ കായയാണ്. ഇത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ച് നന്നായിട്ട് എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള വാഴയ്ക്ക മെഴുക്ക് പുരട്ടിയൊക്കെ റെഡിയായി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം. Thank you.